യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ മേലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്തി. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് വേർതിരിക്കുന്നു. തീരെ വയ്യ, ടയർഡായി. കാരണം നിങ്ങൾ ആലോചിക്കണം, 2 മണിക്കൂർ ഒരു മല കയറുക എന്ന് പറയുമ്പോൾ. പക്ഷേ അതിൽ വീഡിയോ 2 മണിക്കൂറൊന്നും ഇല്ലെങ്കിലും 2 മണിക്കൂറൊക്കെ പറയുമ്പോൾ ഒരുപാടായില്ലേ. പക്ഷേ ഈ ഒരു മല കയറാൻ 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഇനിയും കുറേയേറെ ദൂരം സഞ്ചരിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന മലയുടെ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വീണ്ടും ഈ മലയുടെ മുകളിലേക്ക് കയറാനുള്ള ഒരു ആകാംക്ഷയിൽ യാത്ര വീണ്ടും തുടരുകയാണ്. എത്ര മണിക്കൂർ എടുക്കുമെന്നോ, എത്ര സമയമെടുക്കുമെന്നോ, എത്ര മിനിറ്റ് എടുക്കുമെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു എഡിറ്റോറിയലിൻ്റെ ഈ ഒരു എൻ്റെ യാത്രയുടെ പല ചിത്രങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ സഞ്ചരിക്കുന്ന വഴികൾ, ഞാൻ എത്രത്തോളം കഠിനമായിട്ടുള്ള പാതകളിലൂടെയാണ് മുമ്പിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ ഈ കഥയെല്ലാം കേൾക്കാനുള്ള ക്ഷമയും മനസ്സും ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷേങ്കിൽ ഇന്ന് ഞാൻ ഈ ഒരു മല കയറുമ്പം എനിക്ക് 1-2 പേര് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ മലയുടെ മുകളിൽ യഥാർത്ഥത്തിൽ ഒരു പൂജ നടക്കുന്നുണ്ട്. പൂജയുടെ ആവശ്യത്തിനായിട്ട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അത് പ്രകാരമുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ ഇതാണ്ട് കാണുന്ന കൂറ്റൻ പാറക്കെട്ടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു വിഷ്വൽസാണത്. മല കയറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന സകല ക്ഷീണങ്ങളും ഒക്കെ തന്നെ എനിക്കുണ്ട്. കൊടും ഭീകരതയുടെ ഒരു അന്തരീക്ഷം. ഇവിടെ ഒന്ന് ഒച്ച വെച്ചാൽ പോലും ആരും കേൾക്കില്ല. തനി ഫോറസ്റ്റ്. പാലക്കാട് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു മലയാണിത്. ഫോറസ്റ്റ് തന്നെ, കീഴിലുള്ളതെന്നോ അല്ലെങ്കിൽ ഫോറസ്റ്റ് പോലെയൊന്നുമില്ല, ഫോറസ്റ്റ് തന്നെ. എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് കൊടുക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താണെന്നോ ഒരു പാട്ട് എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അത്തരത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു
വശ്യമനോഹാരിതയുള്ള കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിത്. പോകുന്ന വഴികളിൽ നമുക്ക് ചിലപ്പം ഈ നേരം വരയ്ക്കും ഇഴജന്തുക്കളെ നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ പണ്ട് പല ഘട്ടങ്ങളിൽ ഞാൻ വന്നപ്പോഴൊക്കെ തന്നെ ഒരുപാട് ഇഴജന്തുക്കളെ എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്, നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഏറ്റവും വലിയ സങ്കടമുണ്ടായത് എന്തെന്നാൽ, ഞാൻ കൊല്ലങ്ങളായിട്ട് ഉപയോഗിച്ച് വന്ന ഒരു ട്രൈപോഡ് സ്റ്റാൻഡ്, അതൊരു വേറെ ലെവൽ വൈബ് സാധനമായിരുന്നു അത്. അതിനൊരു കംപ്ലൈൻറ്റ് വന്നപ്പം ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഫീലിംഗ് തോന്നി. ഇനിയിപ്പോൾ അത് ഒരെണ്ണം ഓർഡർ ചെയ്ത് വന്ന് നമ്മളത് മേടിച്ചൊരു കൈ കിട്ടുമ്പോഴത്തേക്ക് 4 ദിവസം ആവില്ലേ, ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. കുറേ ആയി, 4-5 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന സാധനമായിരുന്നു. ഗോപ്രോൻ്റെ ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് അന്നൊന്നും മുതലാണ് കേട്ടോ. ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. മേലെ ഒരു അമ്പലമുണ്ട്, ഒരു അയ്യപ്പൻ്റെ അമ്പലം. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും തലപ്പത്തെത്തുന്നത്. പക്ഷെ ഇത്രയും കാലമായിട്ട് ഞാൻ കേൾക്കുന്നൊരു സ്ഥലമുണ്ട്. അതേതാണെന്ന് വെച്ചാൽ, ഇതേ മലയുടെ മുകളിൽ ഒരു 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 വ്യൂ പോയിൻ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇക്കാലം വരെയ്ക്ക് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. വഴി അറിയില്ല, അതാണ് സംഭവം. ഈ ഫോറസ്റ്റിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ ഉള്ളൊരു സ്ഥലമാണത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ വന്നിട്ടില്ല. വഴി അറിയാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനും കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ ടയേർഡാവാൻ തുടങ്ങി. കാരണം കുത്തനെയുള്ള ഒരു മലയാണ്. നല്ലോണം കേട്ടോ, നമ്മൾ ഒരുപാട് ദൂരം നമ്മൾ പറ്റി. ഈ അയ്യർ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഇവിടേക്ക് മല കയറി തന്നെ വരണം. നമുക്ക് ട്രക്കിംഗ് ഓപ്ഷനോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വരുവാണെന്നുണ്ടെങ്കിൽ മല കയറി തന്നെ വരണം. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പോകുന്ന വഴിക്കെല്ലാം തന്നെ പാറക്കെട്ടുകളാൽ നടക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് താനും. അതൊരു അസറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ കാട് തെളിച്ച് പോകേണ്ട ഒരവസ്ഥ വരും. നടന്ന് ശരിക്കും പറഞ്ഞാൽ ടയേർഡാവാൻ തുടങ്ങി. ഇനിയും കുറേയേറെ ദൂരം സഞ്ചരിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന മലയുടെ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ.
പോകുന്ന വഴിക്കെല്ലാം കുറുകെ മരങ്ങൾ വീണ് കിടക്കുന്നു. അതെല്ലാം ചാടിക്കടന്ന് വേണം നമുക്ക് യാത്ര തുടരാൻ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ചീവീടുകളുടെ ശബ്ദമല്ലാതെ ഇവിടെ മറ്റൊന്നിൻ്റെ ശബ്ദവും കേൾക്കാനില്ല. അയ്യോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദൂരം, ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് 2 കിലോമീറ്ററിൻ്റെ ഇപ്പോൾ 2.5 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പം ഞാൻ എത്ര കിലോമീറ്റർ എത്തി എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പാറക്കെട്ടുകളുടെ ഒരു കൽപ്പടവ് ഉള്ളതുകൊണ്ട് കയറിപ്പോകാനൊരു ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ടും. ഇത്രയും ദൂരമൊക്കെ കാട് വെട്ടിത്തെളിച്ച് പോവുക എന്നൊക്കെ പറയണത് വലിയ പാടുള്ളതാണ്. ഞാനാണെങ്കിലോ വണ്ടിയിൽ നിന്ന് വരുമ്പോൾ വെള്ളം എടുക്കാൻ മറന്നു. സത്യത്തിൽ ഓർമ്മയില്ല, അതാണ് കാര്യം. വെള്ളം എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, കയറിയേ പറ്റൂ, ഇറങ്ങാനേ പറ്റൂ. എത്ര ദൂരം പിന്നിട്ടു എന്നോ ഇനി എത്ര ദൂരം കയറണമെന്നോ ഒരു നിശ്ചയവുമില്ലാത്ത യാത്ര. ഇവിടെ നിന്ന് ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ അങ്ങേറ്റം വരയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഇനി കുറച്ചേ ഉള്ളൂ തോന്നണം സഞ്ചരിക്കാൻ. നമ്മളേതാണ്ട് മലയുടെ മുകളിലേക്ക് എത്തുന്ന പോലത്തെ ഒരു അന്തരീക്ഷം കാണുന്നുണ്ട്. ഒരു പിടിയും കിട്ടുന്നില്ല. എന്നുവെച്ചാൽ ഒരു നമുക്കിപ്പോൾ ഒരു എയിമുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന സ്ഥലം എത്തി, ഇനി രണ്ടാട് നടന്നാൽ മതി. ആ ഒരു എയിം നമുക്കിവിടെ കിട്ടുന്നില്ല. കാരണം നമ്മൾ അറിയാത്ത ഒരു എത്ര ദൂരം ഉണ്ടെന്നുള്ള അറിയാത്തത് കൊണ്ട് തന്നെ
കയറി നമ്മളിതിൻ്റെ മേലെ എത്തിയിട്ടോ. യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ മേലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്തി. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് വേർതിരിക്കുന്നു. തീരെ വയ്യ, ടയർഡായി. കാരണം നിങ്ങൾ ആലോചിക്കണം, 2 മണിക്കൂർ ഒരു മല കയറുക എന്ന് പറയുമ്പോൾ. പക്ഷേ അതിൽ വീഡിയോ 2 മണിക്കൂറൊന്നും ഇല്ലെങ്കിലും 2 മണിക്കൂറൊക്കെ പറയുമ്പോൾ ഒരുപാടായില്ലേ. പക്ഷേ ഈ ഒരു മല കയറാൻ 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഓ, ടയർഡായി. അങ്ങനെ നമ്മളിവിടുത്തെ അമ്പലത്തിലേക്ക് എത്തി. സ്വാമിയേ ശരണം അയ്യപ്പ. ഇതാണ് ഇവിടുത്തെ അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത്. അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രമാണ്. ഇവിടെ ഇന്ന് പൂജയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ദീപം കത്തുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായിട്ട് MS ചാനൽ വീണ്ടും കാണാം. ഓക്കെ, കണ്ടു തന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി.